20 വർഷത്തോളം പഴക്കമുള്ള അൽഫോൺസ എന്ന് പറഞ്ഞ് വെച്ചൊരു മാവാണ്. ഇതിലേക്ക് 15ഓളം വെറൈറ്റികൾ ഗ്രാഫ്റ്റും ബഡൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ഇത് നാസിക് പസന്താണ്. ഇത് ഡിസംബർ മുതൽ ഫ്ലവർ ചെയ്ത് ആദ്യം കുറച്ച് മാങ്ങകൾ നമ്മൾ പറിച്ചിരുന്നു. ഇതിപ്പോൾ രണ്ടാമത് ഫ്ലവർ ചെയ്താണ്. ഹായ്, ഗ്രേസ് ഗാർഡനിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ കായോടുകൂടിയ പ്ലാന്റുകൾ പ്ലാന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾക്കുണ്ടായ അനുഭവം എന്നോട് പങ്കുവച്ചത് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, എനിക്ക് പരിചയമുള്ള ഒരാൾ ഫ്രൂട്ടോട് കൂടിയ ഒരു പ്ലാന്റ്, അതിപ്പോൾ മാവുണ്ട്, റംബൂട്ടാനുണ്ട്, മംഗോസ്റ്റിനുണ്ട്, അത് കവറിൽ കാച്ചു നിൽക്കുന്ന പ്ലാന്റ്. അപ്പോൾ അദ്ദേഹം ഒരു പ്ലാന്റ് വാങ്ങി പ്ലാന്റ് ചെയ്തു. അതിലുണ്ടായിരുന്ന ഫ്രൂട്ട് പഴുത്തു, അത് കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പിന്നീട് 2 വർഷമായിട്ടും അതിൽ ഫ്ലവർ ചെയ്യുകയോ ഫ്രൂട്ട് ഉണ്ടാവുകയോ ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം ആ പ്ലാന്റ് തന്ന നഴ്സറിയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പൊട്ടാഷ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് കൂടെ ആട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്തത് 2 കിലോ പൊട്ടാഷ് ഈ ഒരു പ്ലാന്റിന് ഇട്ട് കൊടുത്തു. ആ പ്ലാന്റ് ഉണങ്ങി, ഇലകളൊക്കെ കരിഞ്ഞ്, അതിനുശേഷം കമ്പുകളൊക്കെ ഉണങ്ങി, അത് നഷ്ടപ്പെട്ടു പോകാനിടയായി തീർന്നു. അതുപോലെ മറ്റൊരാൾക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് നാംഡോക്മായി കാച്ചു കിടക്കുന്ന മാവിൽ നിന്ന് ഒരു പഴുത്ത മാങ്ങ പറിച്ച് അദ്ദേഹം കഴിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. നല്ല മധുരമുണ്ട്, ഒരു അത്യാവശ്യം ഫ്ലവറുമുണ്ട്. നാംഡോക്മായിയുടെ ഒരു തൈ വാങ്ങി നടണമെന്ന് ആഗ്രഹിച്ച ഒരു നഴ്സറിയിൽ നിന്ന് അദ്ദേഹം തൈ വാങ്ങി നട്ടു. അത് വളർന്നു, അതിൽ ഫ്രൂട്ട് ഉണ്ടായപ്പോൾ താൻ കഴിച്ച മാമ്പഴവുമായിട്ട് വളരെ രുചിയിലും മധുരത്തിലും വ്യത്യാസം അതിനുണ്ടായി. വളരെ ഫ്ലേവർ കുറഞ്ഞ്, മധുരം കുറഞ്ഞ്, സുഖകരമല്ലാത്ത ഒരു ടേസ്റ്റ്, മധുരവും കുറവായിരുന്നു. ഇത് വളഞ്ഞു കിടക്കുന്ന ഒരു നാംഡോക്മായി മാങ്ങയാണ്. ഇത് ശരിക്കും നമ്മൾ ഗോൾഡ് എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഡിസംബർ മുതൽ ഫ്ലവർ ചെയ്ത് ആദ്യം കുറച്ച് മാങ്ങകൾ നമ്മൾ പറിച്ചിരുന്നു. ഇതിപ്പോൾ രണ്ടാമത് ഫ്ലവർ ചെയ്താണ്. ഇപ്പോൾ കണ്ണിമാങ്ങ പരുവത്തിലുള്ള ഒരു മാങ്ങ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഏകദേശം പൊട്ടിക്കാറായി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇത് നല്ല ബ്ലാക്ക് കവർ ഇട്ടെങ്കിൽ മാത്രമേ ഏകദേശം ഒരു ഗോൾഡ് കളറിലേക്ക് ഇത് വരികയുള്ളൂ, അല്ലെങ്കിൽ സാധാ ഗ്രീൻ തന്നെയാണ്. ഇവിടെ ഏകദേശം ഒരു 4 പ്ലാന്റോളം നാംഡോക്മയുടെ ഉണ്ട്. അപ്പോൾ അതിൽ ബംഗാളിലെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു വൈറ്റ് ഉണ്ട്, അത് ഇതുവരെയും ഫ്ലവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കേൾക്കുന്നില്ല. കൂടാതെ മറ്റൊരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിലും ഈ പ്ലാന്റും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇതിലെ മാങ്ങയ്ക്ക് അത്യാവശ്യം, അതായത് നമ്മുടെ മല്ലിക അതുപോലെയുള്ള നാസിക് പസന്ത്, ഹിമാ പസന്ത് പോലെയുള്ള ഫ്ലേവറൊന്നുമില്ല, എങ്കിലും ഉള്ളതിൽ ഭേദമെന്ന് പറയത്തക്ക ഒരു ഫ്ലേവർ ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കാ പിടിക്കും, നല്ല മധുരമുണ്ട്. കൂടാതെ 2-3 പ്രാവശ്യമൊക്കെ ഇത് ഉണ്ടാവും, പുഴുശല്യം കുറവാണ്. ഇതൊക്കെയാണ് ഇതിനെടുത്ത് പറയത്തക്ക ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇതിൽ പല വെറൈറ്റികളുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ നാംഡോക്മായി കുളമ്പൊക്കെ നമ്മൾ ഇപ്പോൾ സീഡ് പാകുവാണെങ്കിൽ അതിലൊരു ഏകദേശം ഒരു 3-4 ഭ്രൂണങ്ങൾ മുളച്ചു വരും. അപ്പോൾ അതിൽ 2-3 ഭ്രൂണങ്ങൾ മാത്രമായിരിക്കും ഒറിജിനൽ മദർ പ്ലാന്റിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്നത്. നാംഡോക്മായിയെ സംബന്ധിച്ചോളം, ഇത് പ്ലാന്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നല്ല വെറൈറ്റി ഉണ്ട്. ആ നല്ല വെറൈറ്റി നോക്കി നമുക്കറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി വയ്ക്കുക. ഇതിൻ്റെ ഒരു മറ്റൊരു പ്രശ്നമാണ്, ഇതുണ്ട്, പൊട്ടിയിരിക്കുക. പെട്ടെന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ അല്ലെങ്കിൽ നന കൂടുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന ഒരു പ്രശ്നം ഇതിന് വരുന്നുണ്ട്. നാംഡോക്മായിയുടെ മറ്റൊരു പ്ലാന്റാണ്, കവർ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഏകദേശം ഒരു 2.5 വർഷത്തോളം പ്രായമുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റ്, ഇത് നാംഡോക്മായി ഗ്രീൻ, ഇത് ഗ്രീൻ എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. ഇതിൽ കഴിഞ്ഞ വർഷം മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ ഫ്രൂട്ട് നമ്മൾ പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ടേസ്റ്റ് മോശമാണ്. കാര്യമായിട്ട് മധുരവും ഇല്ല, ഒരു വാട്ടച്ചൊവ പോലത്തെ ഒരു ചൊവ്വയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നാംഡോക്മായിൽ പല വെറൈറ്റി ഉണ്ടെന്നുള്ളൊരു തെളിവാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ പ്ലാന്റിലെ ഫ്രൂട്ട്. ഫ്ലേവർ വളരെ, മധുരവും വളരെ കുറവാണ്. ബംഗാളിൽ നഴ്സറിൽ നിന്ന് വാങ്ങിച്ചാണ്. കണ്ടോ, നാംഡോക്മായി വൈറ്റ്. ഇപ്പോൾ എന്തായാലും ഈ വൈറ്റിനെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നില്ല, പൂ ഇട്ടിട്ടില്ല ഇതുവരെയും. അതുപോലെ നാംഡോക്മായിയുടെ ഗോൾഡ് എന്ന് പറഞ്ഞ മറ്റൊരു പ്ലാന്റ് ഉണ്ട്, അതും ഇതുവരെയും ഫ്ലവർ ചെയ്തിട്ടില്ല. നാംഡോക്മായി ഗോൾഡ്
എൻ്റെ മറ്റൊരു പ്ലാന്റാണ്. ഇത് ബംഗാളിൽ നേഴ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഇല കണ്ടിട്ട് നാൻഡോക്മൈയുടെ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇതുവരെയായിട്ട് ഇത് ഫ്ലവർ ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല നമുക്കറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒറിജിനൽ പ്ലാന്റ് നാംഡോക്മൈയുടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്ലേവറും മധുരമുള്ള നല്ല ഇനങ്ങളുണ്ട്. നാംഡോക്മൈയുടെ മറ്റൊരു പ്ലാന്റാണ്. ഇതിപ്പോൾ ഫ്ലവർ ചെയ്ത് ചെറിയ കായ്കളൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഫ്ലവർ ചെയ്ത് ഈ ഒരു പരുവത്തിലെത്തുമ്പോഴാണ് നമ്മൾ സാഫും അതുപോലെ പെസ്റ്റിസൈഡ് എന്തെങ്കിലും ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ നാടൻ മാവിൻ്റെതായ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത ഫ്ലേവറുള്ള നാംഡോക്മായി ഇനങ്ങളും ഉണ്ട്, വേരിയൻ്റ് ഉണ്ട്. എന്നാൽ ചിലത് വളരെ മോശമായിട്ടുള്ള ഇനങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാവുന്ന വ്യക്തമായിട്ട് അറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി വെച്ചാൽ ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് കഴിയും. കവറുകളിൽ കാഴ്ച നിൽക്കുന്ന അല്ലെങ്കിൽ പൂവിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ നമ്മൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മണ്ണിലേക്ക് അത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞായിരിക്കും അതിൽ പൂക്കുവാനും കാ പിടിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. പലരുടെയും ധാരണ അത് മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും പൂവിടും കാ പിടിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ, കവറിൽ നിൽക്കുമ്പോൾ ആ പ്ലാന്റിനൊരു സ്ട്രെസ് ഉണ്ട്. അതുമാത്രമല്ല, ഇതൊക്കെ മിക്കപ്പോഴും തന്നെ ഫോളിയാറായിട്ട് ഇത് പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കവറിൽ നിന്നുകൊണ്ട് പലപ്പോഴും പൂക്കാനും കായ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ച് മണ്ണിലേക്ക് വെച്ച് കഴിയുമ്പോൾ അത് 1 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും പൂക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുമ്പോൾ, ഈ സ്ട്രെസ്സിൽ നിൽക്കുന്ന ഈ പ്ലാന്റ് മണ്ണിലേക്ക് നമ്മൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വേര് വേഗത്തിൽ ഓടുവാനും അപ്പോൾ തന്നെ അത് കൂടുതൽ വളരുവാനുമുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. 1 വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലവർ ചെയ്യാതിരിക്കുക. എന്നാൽ പിന്നീട് പുതിയ മണ്ണുമായിട്ടൊക്കെ അതൊന്ന് പൊരുത്തപ്പെട്ട് അതിനുശേഷമാണായിരിക്കും അത് ചിലപ്പോൾ പൂക്കുന്നത്. അപ്പോൾ അത് മണ്ണിൻ്റെതായ ഘടകങ്ങളൊക്കെ അതിന് കാരണമുണ്ട്. pH-ൻ്റെ ഒക്കെ അനുസരിച്ചൊക്കെ ചില വേരിയേഷനൊക്കെ വരാറുണ്ട്. അത് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ചിലപ്പോൾ താമസം വരുന്നതിൻ്റെ കാരണം ഇതാണ്. പൂക്കാനും കായ്ക്കുവാനും ഒക്കെ പ്ലാന്റുകൾക്ക് വളം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അളവ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല കരിയാനും കമ്പ് കരിഞ്ഞു പോകാനും ചിലപ്പോൾ പ്ലാന്റ് തന്നെ ഉണങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ട് പൊട്ടാഷ് അമിതമായി കൊടുത്ത് ഇലകൾ കരിഞ്ഞ് കമ്പ് കരിഞ്ഞ് പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലേക്ക് വന്നതായി പലരുടെയും അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊട്ടാഷൊക്കെ നമ്മൾ ചെറിയൊരളവിൽ മാത്രമേ പ്ലാന്റുകൾക്ക് കൊടുക്കാവൂ. അപ്പോൾ തന്നെ നന നന്നായിട്ട് കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നന്നായിട്ട് നന കൊടുക്കുക. നന്നായിട്ട് നന കൊടുത്താൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്ലാന്റിന് റിക്കവർ ആവാൻ ചിലപ്പോൾ കഴിയാറുണ്ട്. ഇത് നാസിക് പസന്താണ്. ഇതൊരു നഴ്സറിയിൽ നിന്ന് കാലാപ്പാടി എന്ന് പറഞ്ഞ് കിട്ടിയ ഒരു പ്ലാന്റാണ്. പക്ഷേ ഇത് പൂവിട്ടപ്പോൾ മനസ്സിലായി ഇത് കാലാപ്പാടിയല്ല. കാരണം ഇതിൻ്റെ പൂവിന് റെഡ് കളറായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഈ ഞെട്ടിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ഇത് നാസിക് പസന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. സുവർണരേഖ എന്ന് ഇത് പറയപ്പെടുന്നുണ്ട്. ഒരു സെപ്റ്റംബർ മുതൽ കടലപ്പിണ്ണാക്കും കൂട്ടത്തിൽ അല്പം 2-3 സ്പൂൺ തേയിലപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതും മിക്സ് ചെയ്തിട്ട് നമ്മളിതിന് ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഡിസംബർ വരെ അങ്ങനെ ചെയ്തു പോന്നു. അതിനുശേഷം നന കുറച്ചു. അപ്പോൾ നമുക്ക് മാവ് ഒക്കെ പൂക്കണതിന് സ്ട്രെസ് ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം ഇത് ഫ്ലവർ ചെയ്തു, നിറയെ ഫ്ലവർ ചെയ്തായിരുന്നു. ഫ്ലവർ ചെയ്തപ്പോൾ തന്നെ ഫംഗിസൈഡ് സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. പൊതുവെ പുഴുശല്യം കൂടുതലുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇതിനെ പൂക്കൾ വിരിയുമ്പോൾ തന്നെ സാഫും അതുപോലെ എന്തെങ്കിലും പെസ്റ്റിസൈഡും കൂടെ ചേർത്ത് അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാങ്ങ പാകമായി കിട്ടുകയുള്ളൂ. അത്യാവശ്യം ടേസ്റ്റുള്ള നാടൻ ഇനമാണ്. ഇത് കവറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റാണ് കാറ്റുമാൻ. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇങ്ങനെ ഫ്ലവർ ചെയ്യുന്നുണ്ട്, കാ പിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ കവറിൽ നിൽക്കുന്ന പ്ലാന്റുകൾക്ക് അത്യാവശ്യം നന നമ്മൾ കൊടുക്കണം. ഡിസംബർ മുതൽ ചെറിയ അളവിൽ കവറിൽ നിൽക്കുന്ന പ്ലാന്റുകൾക്ക് നന കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഗോലക് പ്ലാന്റ് ആണ്. ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തിട്ട് ഒരു കായ് പിടിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത വർഷം ഇതിൽ നന്നായിട്ട് പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡ് ഡ്രാഗൺ മാങ്കയാണ്. ഹോസിയാങ്യ എന്നും പറയപ്പെടും. ഫ്ലവർ ചെയ്ത് കായ്ക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പായി. ഇവിടെ കുറച്ച് മാങ്ങ പിടിച്ചിട്ടുണ്ട്, കണ്ണിമാങ്ങ പിടിച്ചിട്ടുണ്ട്.
മാവിൻ്റെ പൂവിടൽ സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ സെപ്റ്റംബറിൽ തന്നെ തുടങ്ങണം. ചിലർ കൾട്ടാർ ഉപയോഗിക്കാറുണ്ട്, ചിലർ ഓർഗാനിക് പ്രോഡക്റ്റായ മാംഗോ സ്പെഷ്യൽ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ കൊപ്ര പിണ്ണാക്ക്, ശർക്കരയും ചേർത്ത് അല്പം തൈരും അല്പം തേയില തിളപ്പിച്ച വെള്ളവും ചേർത്ത് മിശ്രിതം പൊളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നന കുറയ്ക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ റോഡ് സൈഡിലുള്ള മാവുകളൊക്കെ നിറയെ പലപ്പോഴും പൂക്കുന്നത്. അത് പുകയിലുള്ള ഒരു രാസവസ്തു മാവ് പൂക്കുന്നതിന് പ്രേരകശക്തിയാണ്. നമ്മളും മിതമായ അളവിൽ പുക കൊടുത്താൽ പൂക്കുന്നതിനൊരു പ്രേരകമായിട്ടുള്ള ഘടകമാണ്. ഇത് ബംഗനപ്പള്ളിയുടെ ഒരു മാവാണ്. അപ്പോൾ ബംഗനപ്പള്ളി ഉൾപ്പെടെ ചില മാമ്പഴങ്ങൾ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ടേസ്റ്റ് കൂടി ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ബംഗനപ്പള്ളി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഇത് കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ മധുരം, നല്ല മധുരവും ജ്യൂസിയും അപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ഇത് തോട്ടാപ്പൂരി മാമ്പഴമാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ രുചി ഒന്ന് നോക്കാം. തോട്ടാപ്പൂരി നല്ല നാരുണ്ടെന്ന് തോന്നുന്നു, നല്ല കട്ടിയുണ്ട്. തോട്ടാപ്പൂരി മധുരം കുറവാണ്. ബംഗനപ്പള്ളി അപേക്ഷിച്ച് മധുരം വളരെ കുറവാണ്. ഫ്ലേവറും അത്ര സുഖകരമായിട്ടൊരു ഫ്ലേവർ അല്ല തോട്ടാപ്പൂരി. മാവിൻ്റെ തൈ, ചെറിയൊരു തൈ നമ്മൾ മണ്ണിലോ ഡ്രമ്മിലോ ഒക്കെ പ്ലാന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് മുള പൊട്ടി വരാൻ താമസം വരാറുണ്ട് ചില പ്ലാന്റുകൾക്ക്. ചിലത് 5-6 മാസം കഴിഞ്ഞാണ് വരുന്നത്. അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമാണത്. അത് താമസം വരുന്നതുകൊണ്ട് ഒരിക്കലും ആ മാവിൻ്റെ ഇലകൾക്കോ മാവിനോ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അത് ചിലപ്പോൾ അല്പം വൈകിയായിട്ടാണെങ്കിലും അതിൽ മുള പൊട്ടി വരും. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാനാണ്. പലരും നമ്മളോട് ഇങ്ങനെ കമൻറ്റ് ബോക്സിലും വാട്സപ്പ് വഴിയൊക്കെ ഈ സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മറുപടി നൽകുന്നത്. എൻ്റെ ഈ പുറകെ നിൽക്കുന്ന മാവ് കണ്ടോ, ഇത് 20 വർഷത്തോളം പഴക്കമുള്ള അൽഫോൺസ എന്ന് പറഞ്ഞ് വെച്ചൊരു മാവാണ്. പക്ഷേ ഇതിൽ മാങ്ങ ഉണ്ടാവും, പക്ഷെ പുഴുശല്യം കൂടുതലാണ്. അണ്ണാൻ്റെ വലിയ മാവായതുകൊണ്ട് അണ്ണാൻ കിളികളൊക്കെ കിട്ടുന്നുണ്ട്, കാര്യമായിട്ട് മാങ്ങ കിട്ടുന്നില്ല. കാരണം ഇത് വെട്ടി ഇങ്ങനെ ഇതിലേക്ക് 15ഓളം വെറൈറ്റികൾ ഗ്രാഫ്റ്റും പട്ടൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ കാറ്റുമാൻ ഇതിൽ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്തെടുത്തതിൽ ഇതിൻ്റെ പുറകിൽ വലിയ പ്രയത്നമുണ്ട്. ഇത് അങ്ങനെ എത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇതിൻ്റെ തുടർ പരിപാലനം അതിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്.